നമസ്കാരം. പലപ്പോഴും അവിഹിതത്തിൽ പോയി വീണു എന്നാരും പറയത്തില്ല, അവിഹിതത്തിൽ ചാടി എന്നേ പറയത്തുള്ളൂ. കാരണം ഇതൊരു പ്രശ്നമാണെന്നും അതിൽ ചാടിക്കഴിഞ്ഞാൽ കുടുംബവും ചിലപ്പോൾ ജീവിതവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും അറിഞ്ഞുകൊണ്ടാണ് പലരും പോയി ചാടുന്നത്. ഞാനിത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മനുഷ്യൻ വിളിച്ചു. അദ്ദേഹത്തിന് 40 വയസ്സോളം ഉണ്ട്, പ്രായമുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം വളരെ യാദൃശ്യമായി പരിചയപ്പെട്ട അയാളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവായിട്ടൊരു സ്ത്രീ, ആ സ്ത്രീക്ക് 2 മക്കളുണ്ട്. ആ സ്ത്രീയെ പരിചയപ്പെട്ടു. ആ സ്ത്രീ മോചനം നേടിയിരിക്കുന്നൊരു സ്ത്രീയാണ്. എന്നാൽ അവർ തമ്മിലുള്ള ഒരു മാനസികമായൊരു അടുപ്പം വളർന്നു വന്നു. ഇയാൾ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ പോലും അവരുമായി മറ്റൊരു രീതിയിലൊരു ബന്ധം കൂടെ ഇയാൾക്ക് ഉണ്ടായി കുറേ കഴിയുമ്പോൾ. എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അയാൾ ഫേസ് ചെയ്ത വലിയൊരു പ്രശ്നം പറഞ്ഞാൽ, ഇയാൾക്ക് ആദ്യമേ തന്നെ ഈ സ്ത്രീക്കുള്ള 2 കുട്ടികളെ കൂടെ നിർത്തുന്നതിനോട് താല്പര്യമില്ലായിരുന്നു, ഒന്നാമത്തെ കാര്യം. 2, ഇയാൾക്ക് ഈ സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധം മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പം ഈ സ്ത്രീയെപ്പറ്റി വളരെ മോശമായ പല അഭിപ്രായങ്ങളും ഇയാൾ കേൾക്കാനിടയാകുകയും അല്ലെങ്കിൽ ഇയാൾ അറിയാനിടയാകുകയും, എന്നാൽ ഇതിൽ നിന്ന് അതുകൊണ്ടൊക്കെ ഇയാൾക്കൊക്കെ പല ഒരു മാനസിക പ്രശ്നം. അപ്പോൾ എന്നെ അയാൾ വളരെ യാദൃശ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറിന് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, അഡ്വൈസ് ഒന്നുമില്ല, എന്തുവായാലും പോയി ചാടിയല്ലേ, അനുഭവിക്കല്ല, എന്തു ചെയ്യാനും. അപ്പോൾ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ പിടിയാതെ നിൽക്കുകയാണ്, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവോഴ്സായ ഒരു സ്ത്രീക്ക് വേറൊരാളെ വിവാഹം കഴിക്കുന്നത് യാതൊരുമായ തെറ്റുമില്ല. എന്നാൽ ഡിവോഴ്സായ ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ പോകുന്നൊരു മനുഷ്യന് ഇവർ തമ്മിൽ ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നെ, ഞാനതാ പറഞ്ഞ അവിഹിതത്തിലേക്ക് ചാടുന്നതാണോ സ്ലിപ്പാവുന്നതാണോ കാര്യം എന്നുള്ളത്. ഇയാൾ ഈ സ്ത്രീയെ കാണുമ്പോൾ തന്നെ ഈ സ്ത്രീക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള കാര്യം ഇയാൾക്കറിയാം. എന്നാൽ ഇയാളുടെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഇയാൾക്ക് സ്വീകരിക്കാൻ മനസ്സില്ല. ഒരുപാട് ആളുകൾ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആൾക്കാർ ആദ്യ വിവാഹത്തിലുള്ള കുഞ്ഞുങ്ങളെ അവരുടെ കുഞ്ഞായിട്ട് വളർത്തുന്നുണ്ട്. എന്നാൽ ഇയാൾക്ക് ആ ഒരു ചിന്താഗതി ഇല്ലാത്തൊരു മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അയാൾ കണ്ടു ഒക്കെ താല്പര്യമില്ലെങ്കിൽ അയാൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. പക്ഷേ അയാളത് വീണ്ടും റിലേഷൻ ഡെവലപ്പ് ചെയ്തു പോയി. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള പലതരമായ മോശപ്പെട്ട രീതിയിലേക്ക് ഇവർ പോയി. ആ സമയത്തൊന്നും ഈ മനുഷ്യന് ഈ സ്ത്രീ ഒരു പ്രശ്നക്കാരിയോ കുറ്റക്കാരിയോ ഒന്നും അല്ലായിരുന്നു. ഇയാൾ ആരും കാണാതെ ചെന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുത്തപ്പം അയാളുള്ള സ്നേഹം കൊണ്ടാണെന്ന് അയാൾക്ക് തോന്നി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം ഇതിലൊരു വിരസത അയാൾ അനുഭവിച്ചപ്പോൾ ഈ സ്ത്രീയിലേക്കുള്ള പല കുറ്റങ്ങളും കണ്ടുപിടിച്ചു. ഞാൻ ആ സ്ത്രീ 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അയാൾ കുറേ തെളിവുകളൊക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പം ആ സ്ത്രീയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. ഒരു പക്ഷേ വിവാഹം വേർപെട്ടിരിക്കുന്ന സമയത്ത് ആരായിരിക്കും കെട്ടാൻ പോകുന്നതെന്ന് അറിയാൻ വേദർക്ക് പല ബന്ധത്തിൽ പെട്ട് കാണുമായിരിക്കും. ഇയാളുടെ വ്യൂവിൽ പല പുരുഷന്മാരുമായിട്ട് ആ സ്ത്രീക്ക് ബന്ധമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ അയാൾക്ക് താല്പര്യമില്ല ഇപ്പോൾ. പക്ഷേങ്കിൽ ആ സ്ത്രീ വളരെ ബുദ്ധിമതിയായിരുന്നു. ഇയാൾ വന്നുകൊണ്ടിരുന്ന ഓരോ പ്രാവശ്യവും ഈ കാര്യങ്ങളെല്ലാം അവർ റെക്കോർഡ് ചെയ്ത് വെക്കുകയും അവരുടെ വേണ്ടത്ര തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുക്കം വീട്ടുകാരൊക്കെ അറിഞ്ഞു. വിവാഹം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. പക്ഷേങ്കിൽ ഞാൻ അറിഞ്ഞത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ അവരവർ പൊരിഞ്ഞടിയാണ്, ഭയങ്കര ബഹളമാണ്. അത് ഏത് രീതിയിലേക്ക് പോകുമെന്ന് 2 വീട്ടുകാർക്കും സംശയമാണ്. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ചില ബന്ധത്തിലേക്ക് നമ്മൾ ചാടുന്നതും നമ്മൾ സ്ലിപ്പായി വീഴുന്ന തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. ചിലപ്പോൾ വിവാഹം കഴിച്ചില്ലെങ്കിലും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവാം, വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ആകെപ്പാടെ പ്രശ്നത്തിരിക്കുകയാണ്. മാനസികമായി ഈ സ്ത്രീയെ 1% അയാൾക്ക് താല്പര്യമില്ല. കാരണം ആ സ്ത്രീയുടെ ഭയങ്കര സംശയമാണ്. എത്ര കാലം ഈ സംശയം വെച്ച് ഇയാൾ മുന്നോട്ട് പോകുന്നൊരു പിടിയില്ല. പല ബന്ധത്തിലും നമ്മൾ പോയി പെട്ടുപോകുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം ഇത് നമ്മൾ തെറ്റായ ഒരു മാർഗത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്ന സമയത്ത് ദയവ് ചെയ്ത് ആ സമയം നമ്മൾ ഈ ബന്ധം സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ നമ്മൾ പോകരുത്. ചിലപ്പോൾ 1 അല്ല 2 അല്ല ചിലപ്പോൾ 4 കുടുംബങ്ങളൊക്കെ ചിലപ്പോൾ വഴിയാധാരമായി പോകും. താങ്ക് യു.